ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വാട്സപ്പ് മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആയ ചാറ്റ് പ്രോ എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഇതാ ഇവിടെ ചാറ്റ് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഇങ്ങനെ ഒരു ഡാഷ്ബോർഡ് ഓപ്പൺ ആയിട്ട് വരും. ആ, നമുക്ക് അയക്കാനുള്ള നമ്പർ ഫസ്റ്റ് നമുക്ക് എക്സൽ ആയിട്ട് ഉണ്ടാവണം. എക്സലിലോ വേർഡിലോ എവിടെയെങ്കിലും ഉണ്ടാവണം. ഞാൻ ആദ്യം എക്സൽ എടുക്കുകയാണ്. എക്സൽ ഓപ്പൺ ആക്കുക. എക്സൽ ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരു 100 മുതൽ 300 നമ്പർ വരെ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഞാനിപ്പം തൽക്കാലത്തേക്ക് സാമ്പിൾ കുറച്ച് നമ്പേഴ്സ് എടുത്ത് കാണിക്കാം. ഇതേപോലെ നമ്പർ കോപ്പി ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കുക. സോഫ്റ്റ്വെയർ ഓപ്പൺ ആക്കിയിട്ട് നമ്പറിന്റെ കോളത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആഡ് കൺട്രി കോഡ്, കോപ്പി പേസ്റ്റ് നമ്പേഴ്സ്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്, ഈ 3 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ കോപ്പി പേസ്റ്റ് നമ്പർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു കോളം നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഈ കോളത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്ത നമ്പേഴ്സ് പേസ്റ്റ് ചെയ്തിട്ട് താഴെ കാണുന്ന ഇമ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്പറിന്റെ കോളത്തിൽ നമുക്ക് അയക്കാനുള്ള നമ്പേഴ്സ് എല്ലാം വരും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ മാനുവലി ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് നമ്പറോ കസ്റ്റമേഴ്സിന്റെ നമ്പറോ ഏതെങ്കിലും ഒരു നമ്പർ മാനുവലി അവിടെ ടൈപ്പ് ചെയ്യുക. ഇതെല്ലാം 10 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. ഇതിന്റെ ഫ്രണ്ടിൽ 91 കൺട്രി കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അയക്കുന്ന മെസ്സേജ് ഒക്കെ കസ്റ്റമേഴ്സിന് ഡെലിവർ ആവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അയക്കുന്ന നമ്പേഴ്സിൽ, അതായത് നിങ്ങളുടെ കയ്യിലുള്ള എക്സലിൽ 91 കൺട്രി കോഡ് ഇല്ല എങ്കിൽ നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ബൾക്ക് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, കൺട്രി കോഡ് ആഡ് ചെയ്യാം. നെയിമിന്റെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. കോപ്പി പേസ്റ്റ് നമ്പേഴ്സിന്റെ മുകളിൽ കാണുന്ന ആഡ് കൺട്രി കോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, 91 കൊടുക്കുക, ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ നമ്പറിന്റെ ഫ്രണ്ടിലെല്ലാം കൺട്രി കോഡ് വരുന്നതായിരിക്കും. ഇനി നമുക്ക് അയക്കാനുള്ള മെസ്സേജസ് ഇവിടെ കൊടുക്കാം. ഞാനിവിടെ ഹലോ ടെസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. നമ്മൾ മെസ്സേജിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ഇമേജോ വീഡിയോസ് ഒക്കെ അയക്കുന്നുണ്ടെങ്കിൽ ഈ അറ്റാച്ച്മെന്റിന്റെ താഴെ കാണുന്ന ആഡ് ഫയൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് അയക്കാനുള്ള ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യുക, താഴെ കാണുന്ന ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇമേജ് വേറെ ടെക്സ്റ്റ് വേറെ ആയിരിക്കും പോവുക. അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഇമേജിന്റെ കൂടെ തന്നെ ക്യാപ്ഷനായിട്ട് അയക്കുന്നതാണ്. ഇത് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്യാപ്ഷൻ്റെ ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ക്യാപ്ഷൻ കൊടുക്കുക, അറ്റാച്ച് വിത്ത് മെയിൻ മെസ്സേജ് കൊടുക്കുക, സേവ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ക്യാമ്പയിൻ കൊടുക്കുക. ക്യാമ്പയിൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇത് കസ്റ്റമർ കാണില്ല, നമുക്കൊരു റിപ്പോർട്ട് തരാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നമുക്കിവിടെ സേഫ് മോഡ്, അൺസേഫ് മോഡ്, 2 മോഡ് കാണാൻ സാധിക്കും. ഈ സേഫ് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്ത നമ്പറിലേക്ക് മാത്രമേ മെസ്സേജ് പോകുള്ളൂ. അൺസേഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തതും അൺനോൺ നമ്പറിലേക്ക് മെസ്സേജ് പോകും. നമുക്ക് വേണ്ടത് അൺസേഫ് ആണ്. അൺസേഫ് ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ടു ഇനിഷ്യേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇത് നേരെ ഗൂഗിൾ ക്രോമിലേക്ക് കണക്റ്റഡ് ആയിട്ട് ഒരു വെബ് വാട്സപ്പ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. ഏത് നമ്പറിന്റെ QR കോഡ് ആണോ നമ്മളിവിടെ സ്കാൻ ചെയ്യുന്നത് ആ നമ്പറിൽ നിന്നായിരിക്കും ബൾക്കായിട്ട് മെസ്സേജ് പോവുക. നിങ്ങൾക്ക് ഇത് ലോഗൗട്ട് ചെയ്ത് എത്ര വേണമെങ്കിലും വാട്സപ്പ് നമ്പർ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. കഴിയുന്നത് ഒരു നമ്പറിൽ നിന്ന് 200 മുതൽ 300 മെസ്സേജസ് അയക്കാം. കൂടുതൽ മെസ്സേജസ് അയക്കണമെങ്കിൽ കൂടുതൽ വാട്സപ്പ് നമ്പറിൽ നിന്ന് അയക്കുന്നതാണ് നമുക്ക് ബ്ലോക്ക് ഇല്ലാതെ അയക്കാൻ ഒരു ഹെൽത്തി വേ എന്ന് പറയുന്നത്. ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ ഒരു വാട്സപ്പ് ഇവിടെ കണക്ട് ചെയ്യാം. വാട്സപ്പ് ഇവിടെ കണക്ട് ആവുന്നുണ്ട്. ഓക്കെ, വാട്സപ്പ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. സ്റ്റാറ്റസിന്റെ റൈറ്റ് സൈഡിൽ ഇനീഷ്യലൈസ്ഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. കണക്ട് ആയതിനു ശേഷം എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ റണ്ണിങ് കാണിക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ നമ്പറിലും പതിയെ ആയിട്ട് മെസ്സേജസ് ഒക്കെ ഇവിടെ ഡെലിവർ ആവുന്ന കാണാൻ സാധിക്കും. ഇമേജിന്റെ താഴെ തന്നെ ക്യാപ്ഷൻ ആയിട്ട് ഇവിടെ ഹലോ ടെസ്റ്റ് എന്ന് പറഞ്ഞ മെസ്സേജ് പോയിട്ടുണ്ട്. അടുത്ത നമ്പറിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. മെസ്സേജ് എല്ലാം ഇവിടെ സെൻഡ് ആയിട്ടുണ്ട്. സെൻഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റിപ്പോർട്ട് വരും. അതായത് നമ്മൾ എന്താണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, ടോട്ടൽ എത്ര മെസ്സേജ് അയച്ചു, എത്ര ഫെയിലായി, ഏതൊക്കെ നമ്പറിലേക്കാണ്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റിപ്പോർട്ട് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ്. താങ്ക് യു.